ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു സൂറത്ത് വേൾഡ്. ഇന്നലത്തെ ലോങ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ തന്നിരുന്നു. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ കടുവകളുടെ സംരക്ഷണത്തിനായി 1973 ആരംഭിച്ച പ്രൊജക്ട് ടൈഗർ പദ്ധതിക്ക് കീഴിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ജിം കോർബേറ്റ് നാഷണൽ പാർക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ അഡീഷണൽ സെക്രട്ടറിയായി നിയമിതനായത്? ഉത്തരം വി വിഷ്ണു. അദ്ദേഹം ഒരു മലയാളിയാണ്. അടുത്ത ചോദ്യം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് പരിചരണവും അഭയവും ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം അൻപ് വീട്. 79ാമത് ക്യാൻ മേളയിലെ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രം? ഉത്തരം അമ്മ അറിയാം. കൂടുതൽ വിവരങ്ങൾ 1986 ജോൺ എബ്രഹാമിൻ്റെ സംവിധാനത്തിൽ മലയാളത്തിലിറങ്ങിയ ഒരു ചലച്ചിത്രമാണ് അമ്മ അറിയാം. പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച്, അതായത് ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച മലയാളത്തിലെ ആദ്യ സിനിമ കൂടിയാണ് അമ്മ അറിയാം. കമ്മീഷൻ സെക്രട്ടറിയുടെ പേരിൽ അറിയപ്പെടുന്ന പുതിയ ഹൈബ്രിഡ് റോസാപ്പൂവ്? ഉത്തരം ത്രിഭുവൻ. കൂടുതൽ വിവരങ്ങൾ നോക്കാം. ആദ്യ പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറി ആയിരുന്ന TP സിംഗിൻ്റെ, അതായത് ത്രിഭുവൻ പ്രസാദ് സിംഗിൻ്റെ സ്മരണാർത്ഥമാണ് ഹൈബ്രിഡ് റോസാപ്പൂവിന് ഈ പേര് നൽകിയത്. അടുത്ത ചോദ്യം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതിനായി CM ഇൻസ്പയർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം മേഘാലയാണ്. അപ്പോൾ ഇനി നമ്മുടെ 16ാം കേരള നിയമസഭയിലെ സ്പീക്കറെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ സ്പീക്കറിൻ്റെ പേര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നാണ്. കൂടുതൽ വിവരങ്ങൾ നോക്കിയാൽ ചരിത്രത്തിൽ ആദ്യമായാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് 3 സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. UDF തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, LDF AC മൊയ്തീൻ, NDA BB ഗോപകുമാർ. റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിച്ചതിനാൽ പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ വോട്ട് ചെയ്തില്ല. എന്നാൽ നിങ്ങൾക്കായൊരു ചോദ്യം. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായ K മുരളീധരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ സുനിലാണ്. അദ്ദേഹത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. കൂടുതൽ വിവരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ആദ്യമായാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു ഡോക്ടറെ നിയമിക്കുന്നത്. ന്യൂറോളജി വിഭാഗം പ്രൊഫസറും യൂണിറ്റ് മേധാവിയുമാണ് ഡോക്ടർ സുനിൽ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ് എന്ന് നോക്കിയാൽ രത്തൻ U കേൽക്കർ ആണ്. അദ്ദേഹം കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ് റിസർച്ച് സെൻറ്റർ സ്ഥാപിതമാകുന്ന ടൈഗർ റിസർവ്? ഉത്തരം പലാമോ ടൈഗർ റിസർവ്, ജാർഖണ്ഡ്. 2026 മെയ്യിൽ ഡൽഹി സന്ദർശിച്ച സൈപ്രസ് പ്രസിഡന്റ്? ഉത്തരം നിക്കോസ് ക്രിസ്റ്റോഡിയൽസ്. ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിലൊന്നായ കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം KV അതുല്യ. കൂടുതൽ വിവരങ്ങൾ. കേരളത്തിലെ സ്കൂബ ഡൈവിംഗ് സർട്ടിഫിക്കറ്റ് നേടുന്ന ആദ്യ വനിത കൂടിയാണ് അതുല്യ. 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയത്? ഉത്തരം M മുകുന്ദൻ. അന്താരാഷ്ട്ര ക്രിപ്റ്റോഗൺ മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ റെഡ് പിൽ. 32ാം തവണയും വിജയകരമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്? ഉത്തരം കാമി റിത് ഷെർപ്പ്. 2026 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ്? ഉത്തരം എലീന സിവ്റ്റോലിന. അടുത്ത ചോദ്യം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന സംസ്ഥാനം? കേരളമാണ്. ജപ്പാനെ മാതൃകയാക്കിയാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ആറളം പുനരധിവാസ മേഖലയിൽ നിലനിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള വനം വകുപ്പിൻ്റെ ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ ഗജമുക്തി. റോം മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് ടൂർണമെൻറ്റിൽ കിരീടം നേടുന്ന ആദ്യ ഇറ്റാലിയൻ താരം? ഉത്തരം യാനിക് സിന്ന.
പോലീസുകാർക്കുണ്ടാകുന്ന ജോലി സംബന്ധമായതും വ്യക്തിപരമായതും മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പരിപാടി? ഉത്തരം ഹാറ്റ്സ്, ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണിത്. അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചർ എന്ന തത്വം സുപ്രീം കോടതി പ്രഖ്യാപിച്ച ചരിത്ര പ്രസിദ്ധമായ കേസ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഗോൾക്നാഥ് കേസ്, രണ്ടാമത്തെ ഓപ്ഷൻ കേശവാനന്ദ ഭാരതി കേസ്, മൂന്നാമത്തത് മിനർവ മിൽസ് കേസ്, നാലാമത്തത് മേൻക ഗാന്ധി കേസ്. അപ്പോൾ ഏതാണ് ഉത്തരം? അതിൻ്റെ കറക്റ്റ് വർഷവും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നാളെ ഇതിൻ്റെ ഉത്തരവുമായി നമുക്ക് കാണാം. നിങ്ങൾ ഇതുവരെയും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് അതൊന്ന് ചെയ്തേക്കണം.